മുത്തൂറ്റ് മാനേജരെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി. തിരുവനന്തപുരം പൂവച്ചലിൽ നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. പൂവച്ചലിലെ മുത്തൂറ്റ് മൈക്രോ ഫിൻസ് കോർപ്പ് മാനേജറാണ് ഗിരീഷ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ ബൈക്ക് പുറത്തുണ്ട്. ആ ബൈക്ക് സ്റ്റാർട്ടാകാൻ ശ്രമിച്ചപ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല. ഉടൻ തന്നെ ഗിരീഷ് സഹപ്രവർത്തകനെ വിളിച്ചു. രണ്ടുപേരും കൂടി ഈ ബൈക്കിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഗിരീഷ് ബൈക്കിൽ കയറി കുറച്ച് ദൂരം പോയപ്പോഴേക്കും വളരെ വേഗത്തിൽ പാഞ്ഞു വന്ന ഒരു കാറ് ഈ ബൈക്കിന് കുറുകെ വന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അതേ നാടകീയ രംഗം തന്നെയാണ്. ഈ കാറിൽ 5 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. 5 അംഗ ആയുധധാരികളാണ് ഉണ്ടായിരുന്നത്. ഇവർ ഞൊടിയിടയിൽ ഗിരീഷിനെ അടിച്ച് താഴെയിടുന്നു. പിന്നീട് ഗിരീഷിനെ തള്ളി ബലമായി കാറിന് അകത്തേക്ക് കയറ്റി വെക്കുന്നു. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ ഇടപെടുന്നു. അപ്പോൾ അവർ നാട്ടുകാരോട് പറയുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഗിരീഷിനെ ഈ കാറിനുള്ളിലേക്ക് തള്ളിക്കയറ്റുന്നത്. KL 29A1818 എന്ന നമ്പറുള്ള ഒരു കാറാണ് വന്നത്. എന്തിനാ നമുക്ക് അറിഞ്ഞൂടാ. കാര്യം പറഞ്ഞുകൊണ്ട് ഹലോ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യം പറയാൻ വേണ്ടി കൊണ്ടു. കാര്യം പറയാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അവർ പോട്ടെ, അവർ കാര്യം ഇവിടുത്തെ സ്റ്റാഫല്ലേ. ഈ കാറിലുള്ളവർ ഗിരീഷിനെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഘട്ടത്തിൽ 2 ബൈക്കുകളിലായി 2 പേർ കൂടി വന്നു. അങ്ങനെ ആകെ 7 പേരായി. 7 അംഗ സംഘം മിന്നൽ പോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഒരു മിന്നായം പോലെ എല്ലാം കൂടെ ചേർത്തിട്ട് 2-3 സെക്കൻഡിനകം തന്നെ ഈ ഒരു സംഘം ഗിരീഷിനെയും കൊണ്ട് അവിടെ നിന്ന് പറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സ്പീഡിലാണ് ഗിരീഷിനെയും കൊണ്ടുപോയത്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള അറിയാൻ പറ്റാത്തൊരു അവസ്ഥ എത്തി. കാരണം അവിടെ ഓർക്കാപ്പുറത്തുള്ളൊരു സംഭവമാണ്. ഗിരീഷിനെ സംബന്ധിച്ചും ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിനും അറിയില്ല. എല്ലാം കൂടി തട്ടിക്കൊണ്ടുപോലെ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡിനകം തന്നെ വന്നതാണ്. കാർ വന്ന് നിന്നതും ഒപ്പം തന്നെ ഈ 2 ബൈക്കുകൾ വന്ന് നിൽക്കുന്നതും വളരെ വേഗത്തിലായിരുന്നു. പിന്നീട് 1 മണിക്കൂർ ഒരു വിവരവുമില്ല. ഇവരെവിടെയാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഗിരീഷിന്റെ സഹപ്രവർത്തകർ, മുത്തൂറ്റിലെ സഹപ്രവർത്തകർ പോലീസിൽ, കാട്ടാക്കട പോലീസിൽ പരാതി പറഞ്ഞു. കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏതാണ്ട് 1-1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കിയ നിലയിൽ റോഡിൽ കണ്ടെത്തി. ആ തട്ടിക്കൊണ്ടു പോയ സ്ഥലത്തു നിന്നും ഏതാണ്ട് മീറ്ററുകൾ അകലെയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഗിരീഷിനെ കണ്ടെത്തിയത്. പോലീസ് അദ്ദേഹത്തെ വിളിച്ചു, വിശദമായി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ കൃത്യമായ ഉത്തരമില്ല. എന്തോ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആയുധധാരികളാണ് ഈ 7 പേരും എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഗിരീഷ് അടുത്തിടെയാണ് കള്ളിക്കാട് ബ്രാഞ്ചിലാണ് ഗിരീഷ് ജോലി ചെയ്തത്. 1 മാസം മുൻപാണ് കള്ളിക്കാട്ട് നിന്നും പൂവച്ചലിലേക്ക് ഗിരീഷ് സ്ഥലം മാറി വന്നത്. അപ്പോൾ ഇതിനിടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഈ വന്ന 7 അംഗ സംഘവുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഗിരീഷിന് ഈ 7 അംഗ സംഘവുമായിട്ടുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ഈ 7 അംഗ സംഘത്തെ ഗിരീഷിനെ തട്ടിക്കൊണ്ടു പോകാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിനകത്ത് ആകെ ഒരു അടിമൂടി അവ്യക്തതയുണ്ട്. കാരണം ഗിരീഷ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് പറയുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. കാരണം പോലീസ് പറയുന്നത് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഗിരീഷിന്റെ മൊഴി പ്രകാരം ഇത് വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം എന്ന നിലയിലാണ് പോലീസിനെ കാണുന്നത്. അപ്പോൾ ഈ ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്നതിനെ കുറിച്ച് ഗിരീഷിനും അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് അജ്ഞാതർ എന്ന നിലയിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ 7 അംഗ സംഘത്തെ വലയിലാക്കാനുള്ള ശ്രമമാണ് കാട്ടാക്കട പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇത് പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമാണ്. ഒരു 5 മണിയോടുകൂടി ഓഫീസ് കഴിഞ്ഞ്, ജോലി കഴിഞ്ഞ്, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഈ ബൈക്ക് ശരിയാക്കി എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പട്ടാപ്പകൽ ഒരു 5-5:15 ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്.
ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ പൂച്ചൽ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ബാങ്ക്. അപ്പോൾ അത്രയും ആൾക്കാർ നോക്കി നിൽക്കുകയാണ് ഈ ഒരു നാടകീയ സംഭവം അരങ്ങേറിയത്. എന്ത് തന്നെ ആയാലും ഇത് പോലീസിനെ സംബന്ധിച്ച ഒരു പ്രസ്റ്റീജ് പ്രശ്നമായിരിക്കുകയാണ്. കാരണം കാട്ടാക്കട പോലീസിന് അതിർത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിലുള്ള സ്ഥലമാണ് പൂവച്ചൽ. അപ്പോൾ ആ കാട്ടാക്കട പോലീസിനെ സംബന്ധിച്ച് തെളിയിക്കേണ്ട ആവശ്യം അവരുടേതാണ്. പിന്നെ മറ്റൊരു സംശയം ഇവിടെ ഉയരുന്നത് ഈ പറയുന്ന വാഹനത്തിലെ നമ്പർ പ്ലേറ്റ് ഒറിജിനൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് മാറ്റിയതാണോ അതോ ഒറിജിനൽ ആണോ, അതിൻ്റെ ഉടമ ആരാണ് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ കാട്ടാക്കട പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഗിരീഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? താങ്കൾക്ക് ഈ നേരത്തെ ജോലി ചെയ്തിരുന്ന ഈ കള്ളിക്കാട് ബ്രാഞ്ചിൽ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അവിടെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടോ, പണമിടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ നിലനിന്നിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഗിരീഷിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുന്നത്. പക്ഷേ ഇതിലൊക്കെ പ്രശ്നം ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഒരുപക്ഷെ ഗിരീഷ് അറിയാമായിരുന്നുവെങ്കിൽ ഈ 7 അംഗ സംഘത്തിൻ്റെയും പേരടക്കം അല്ലെങ്കിൽ വന്നിട്ടുള്ള ഈ 7 അംഗ സംഘത്തിലെ ആരുടെയെങ്കിലും ഒരാളുടെ വിശദാംശങ്ങൾ കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ കഴിഞ്ഞില്ല എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അജ്ഞാത സംഘം എന്ന നിലയിലേക്ക് പോലീസ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്നലെ മർദ്ദിച്ച് അവശനാക്കിയാണ് അദ്ദേഹത്തെ ഈ 1 മണിക്കൂർ കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി തിരികെ അവിടെ തന്നെ കൊണ്ടിട്ടത്. ഒരു ഏകദേശം ഒരു 10-100 മീറ്റർ അകലെയാണ് കൊണ്ടിട്ടത് ഈ തട്ടിയെടുത്ത സ്ഥലത്ത് നിന്നും. അപ്പോൾ ഈ കാറിനകത്ത് വെച്ച് തന്നെ ഇവർ മർദ്ദിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഈ 1.5 മണിക്കൂർ തട്ടിക്കൊണ്ടു പോയതിനു ശേഷമുള്ള ഈ 1.5 മണിക്കൂർ ഇവരെവിടെയായിരുന്നു, അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് കുറച്ച് വിവരങ്ങളെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല. ഇവരെ ഏതെങ്കിലും ഊടുവഴി കൂടി CCTV ഇല്ലാത്ത വഴികളിൽ കൂടിയായിരിക്കണം സഞ്ചരിച്ചത്. കാരണം ഇതൊരു മുൻകൂർ പ്ലാൻഡ് ആയിരിക്കണം. പ്ലാൻഡ് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി പോലും ഈ പറയുന്നത് പോലെ യാത്ര ചെയ്ത് ആ യാത്രക്കിടയിൽ ഗിരീഷിനെ മർദ്ദിച്ച് അവശനാക്കുക എന്നുള്ള ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. മാത്രമല്ല ഒരു ജംഗ്ഷനാണ്, ഒരു കവലയാണ് അത്. അവിടെ വെച്ചിട്ട് ഈ ഒരാളെ തടഞ്ഞു നിർത്തി പിടിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന വളരെ സാഹസികമായൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കൃത്യമാണ് ഈ പറയുന്ന അജ്ഞാത സംഘം 7 അംഗ സംഘം നിറവേറ്റിയത്. ആയുധങ്ങളുമായി വന്ന് ഗിരീഷിനെ ഇത്തരത്തിൽ ചവിട്ടി താഴെയിടുകയും മർദ്ദിക്കുകയും ചെയ്ത് അകത്തേക്ക് തള്ളിക്കയറുന്നത്. അപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അയാളെ കൊണ്ടുപോകുന്നത് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് മാത്രം നമുക്ക് അതിലൂടെ കേൾക്കാൻ കഴിയും. അതിലപ്പുറത്തേക്ക് ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഏതായാലും 2-3 ദിവസങ്ങൾക്കകം പോലീസിൻ്റെ ഒരു അന്വേഷണം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുമെന്നാണ് കരുതുന്നത്. കാരണം ഡിജിറ്റൽ തെളിവടക്കം ശേഖരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഗിരീഷിനെ വിശദമായി ചോദ്യം ചെയ്ത് ഗിരീഷിൻ്റെ പക്കൽ നിന്നുമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന KL 29A1818 എന്ന് പറയുന്ന ആ ഒരു കാറിൻ്റെ നമ്പരും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് വളരെ വേഗം തന്നെ പ്രതികൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു ഉറച്ച ആത്മവിശ്വാസം. ആ വഴിക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.